ഗൈസ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ടൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് പ്ലാൻ. അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ നിലവിലത്തെ പരിപാടി വരുന്നതല്ല, നമ്മുടെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാം ഗൈസ്. ഫുഡ് കൊടുക്കാം ഗൈസ്. ഇത് നമ്മുടെ രാജാവിനുള്ള ഫുഡാണ് ഗൈസ്. ഇവിടുത്തെ രാജാവ് ചോറൊന്നും കഴിക്കത്തില്ല, ഓൺലി മീൻ, ഇറച്ചി അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ കഴിക്കത്തുള്ളൂ. കണ്ട 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 വേണോ? ആ നമ്മുടെ രാജാവ് ഫുഡ് അടിയിലാണ് ഗൈസ്. ഇവന് വേറൊരു പ്രശ്നമുണ്ട്. അവൻ ആളടുത്തിരുന്ന് കഴിഞ്ഞാൽ വാരി കൊടുക്കണം. അപ്പോൾ നമുക്കിവിടുന്ന് പയ്യെ അങ്ങോട്ട് എനിക്ക് പോകാം. അല്ലെങ്കിൽ അവൻ കഴിക്കില്ല, വാരി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചീര, കുറച്ച് വിത്തുകളുണ്ട് ഗൈസ്, അത് നടണം. ചീരയുണ്ട്, ഇത് വഴുതനെയാന്ന് തോന്നുന്നു. പിന്നെ ഇതാ കോളിഫ്ലവർ, ക്യാബേജ്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് തക്കാളി, ഇത് ക്യാരറ്റിൻ്റെ വിത്താന്ന് പറഞ്ഞാൽ തന്നാണ്, തമ്പുരാനെ അറിയാം. വെണ്ടയ്ക്ക, ഇത് ബീട്രൂട്ട്, ഇത് ഞാൻ പറഞ്ഞില്ലേ കോളിഫ്ലവർ ഉണ്ട്, ക്യാബേജ് ഉണ്ട്. ഇത് കോളിഫ്ലവർ, ക്യാബേജ്. നമുക്ക് എല്ലാം ഇതിൻ്റെ അകത്താണ് ഗൈസ് നല്ലത്. പിന്നെ ചീര നമ്മൾ വേറെ തടവെടുത്തിട്ടാണ് നല്ലത് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഇസ, ഇതാണ് ഞങ്ങളുടെ ബെല്ല. ഇവർ രണ്ടും ഞങ്ങളുടെ ഇവിടുത്തെ കാവൽക്കാരാണ് ഗൈസ്. പിന്നെ കുറച്ച് അപ്പം കട എടുക്കാനൊക്കെ നമുക്ക് വലിയ വലിയ തുമ്പുകൾ എടുക്കണം. പക്ഷേ എനിക്ക് എൻ്റെ സൈസിൻ്റെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത് വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ഇത്രയും ക്ലീനാക്കി ഗൈസ്. അങ്ങനെ ക്ലീനാക്കി വന്നപ്പോഴാണ് ഒരു കൂവ കണ്ടിട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് തോണ്ടിയെടുക്കലാണ്. കാരണം ഇപ്പോൾ കൂവ പറിക്കുന്നൊരു സീസണാണ് ഗൈസ്. അപ്പോൾ പറമ്പിൽ കുറേ കൂവയൊക്കെ മാമ പറിച്ചെടുത്തു. അപ്പം ഈ ഒരു ഭാഗത്ത് കൂവ ഞങ്ങളങ്ങനെ ഉണ്ട്, പക്ഷെ അതങ്ങനെ പറിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ തപ്പി വന്നപ്പോൾ അല്ല ക്ലീനാക്കി വന്നപ്പോൾ ഇവിടെ കൂവ കണ്ട് കിട്ടി. ഇത് വലുതാണല്ലോ ശരി. ഇത് വളഞ്ഞു വന്നില്ലാണ്ട് കൂവനില്ല ഗൈസ്. വലിയ തൂമ്പ് എടുക്കേണ്ടി വരും. മുറിഞ്ഞു പോയ വീണ്ടും എഗെയിൻ. ഇപ്പം നമ്മൾ ചീര നടാനുള്ള തടം ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് ചീരയൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ വാങ്ങിച്ച ചീര നടാൻ വേണ്ടിയിട്ട് തടം അങ്ങനെ സെറ്റ് ചെയ്തു. അതിലവിടെ ഇങ്ങനെ അടിച്ചു വരുക്കൊണ്ടിരിക്കുന്നു ഗൈസ്. പണിയെടുത്ത് എടുത്തു എനിക്ക് തരാം, അവൾ പണിയെടുക്കട്ടെ. നമുക്കൊരു ചാമ്പങ്ങ മരം ഉണ്ട് ഇല്ല, മുറ്റത്ത് തന്നെയാണ് ഗൈസ് നിൽക്കുന്നത്. ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ഗൈസ്, നമ്മുടെ കുരങ്ങനാശാന്മാർ വന്നു കഴിഞ്ഞാൽ അതൊന്നും അവിടെ നിർത്തത്തില്ല. ഒരു ട്രിപ്പ് വന്ന് തിന്നിട്ട് പോയതാണ്. അതാണ് ആ ഇല അവിടെ എന്താ, അവിടെ ഇല ഒടിഞ്ഞെടുക്കുന്നതൊക്കെ അവന്മാരൊന്ന് പറിച്ചിട്ട് പോയതാണ്. എൻ്റെ വാർക്കമേട് കയറിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചാടി അവിടെ നിന്ന് വന്ന് ചാമ്പങ്ങ പറിച്ചിട്ട് പോകും. എന്താ ചെയ്യുക. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ വീടൊരു കാട്ടിലാന്നുള്ളത്. ഇവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്ന ആശാനെ കാണിച്ചു തരാം. ഈ ചെറിയ കുരുപ്പിൻ്റെ വായിൽ നിന്നാണ് ഗൈസ് ഈ മാതിരി വലിയ ഒച്ച കേൾക്കുന്നത്.
പിന്നെ ഞങ്ങൾ കൂട്ടിലിടാറില്ല. ഇന്നിപ്പോൾ ആദ്യമായിട്ട് പിടിച്ച് കൂട്ടിലിട്ടതിൻ്റെയാണ് ഗൈസ് കാണുന്നത്. എൻ്റെ ഗപ്പികളും ഇതിൻ്റെ ഗപ്പിയൊക്കെ ഓരോന്നോരോന്നായി ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. നമ്മുടെ കിച്ചപ്പിന് ഇവിടെ കിടക്കുന്നുണ്ട്. മെസ്സേജ് കാണാത്ത പോലെ കിടക്കാം. നമ്മളിന്നൊരു 3 സെറ്റാണ് നട്ടേക്കുന്നത്. ഇവിടെ ചീര, പിന്നെ ഇതിൽ വഴുതന, ഇതിൽ തക്കാളി. ഇപ്പം ഇത്രയാണ് നട്ടിട്ടുള്ളൂ. ബാക്കിനെ നമുക്ക് നടണം. നമുക്കുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല വെട്ടിയതിൻ്റെ മുകളിലിടണം. കാരണം നമുക്കിവിടെ അത്യാവശ്യം കോഴിശല്യം കൂടുതലാണ്. അത് കാരണം നമുക്ക് ഓല വെട്ടിക്കൊണ്ട് ഇതിൻ്റെ മേളിൽ ഇനി ഇടണം. അപ്പം ഓല വെട്ടാൻ പോകും. നമ്മൾ ഓല വെട്ടാൻ ഇറങ്ങി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാക്കത്തി താഴെയാണ്. താഴെ ഒരു വീട്ടിലാണ്. നമുക്ക് ഇത് വെച്ചിട്ട് വേണം വെട്ടാൻ. എൻ്റെ ബോഡി ഗാർഡ്സ് എൻ്റെ കൂടെ ഉണ്ട്. ഇവിടെ കിടക്കുന്ന ഓലയുടെ തുമ്പ് നമുക്ക് വെട്ടാം. ഇവിടെ വേറെ ഓലയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം അത് പോയി വെട്ടാം. അപ്പോൾ ഗൈസ് ഓല വെട്ടാൻ പോയിട്ട് നമുക്ക് ഈ ഒരു ഓലയാണ് കഴിച്ചിട്ടുള്ളൂ. ഈ നാട്ടിൽ ഓലശാമാണ് കഴിച്ചത്. പിന്നെ അടുത്ത ഓല വെട്ടണമെങ്കിൽ അപ്പുറത്ത് പറഞ്ഞു പോകാം. ഗൈസ് വെറുതെ വീടിൻ്റെ ബാക്കിൽ നോക്കിയപ്പം ഇത്ര ഓല ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേണ്ട നല്ല ഓല വെട്ടിക്കൊണ്ടുപോകാം. പിന്നെ വീടിൻ്റെ ബാക്കിലൊരു റബ്ബർ തോട്ടമാണ് ഗൈസ്. റബ്ബർ തോട്ടത്തിൽ ആളുണ്ട്. അയ്യോ എൻ്റെ അമ്മേ ഓണറുണ്ട് ഗൈസ്. പക്ഷേ നമ്മുടെ ഇവിടെ വരെ റബ്ബർ തോട്ടത്തിൻ്റെ ഈ നിൽക്കുന്ന കവങ്ങൻ്റെ ചൂട് വരെ ആന വന്നാണ്. അപ്പുറത്ത് വേറൊരു പറമ്പുണ്ട്. ആ പറമ്പിലൊരു തെങ്ങൊക്കെ മറിച്ചടിച്ച് അങ്ങനെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി പോയതാണ്. പിന്നെയാണ് നമ്മളിവിടെ ഇറത്തുകമ്പി ഇട്ടത്. അതിനുശേഷം ഇപ്പം ഇങ്ങോട്ട് അന്ന് ആന വന്നില്ല. പക്ഷേ മറ്റ് പല മൃഗങ്ങളും വലുതൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ നട്ട് ഓലയും അതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കോഴികൾ വരുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ഗ്രോ ബാഗിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഇരിക്കാം. പിന്നെ പ്രത്യേകിച്ച് വീടിൻ്റെ തൊട്ടടുത്തും കൂടി ആയതുകൊണ്ട് വലിയ പ്രശ്നം. പിള്ളേരൊക്കെ റെസ്റ്റിലാണ്. ഞാൻ ചോദിച്ച് മേടിക്കാൻ തന്നെ നടക്കുന്നൊരു കുട്ടിയാണ് ഗൈസ്. നമ്മുടെ ഒരു ചെറിയ പ്ലാൻ ഇറങ്ങി ഇതേപോലെ ഈ സൈഡ് കല്ലിട്ട ഇവിടെ നിന്ന് അങ്ങോട്ടും കല്ലിട്ട എന്നുള്ളതാണ്. എന്നിട്ട് പകുതി ഇത്രയും ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് 2 കല്ലൂടെ വെക്കാനുള്ള ഗ്യാപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കെട്ടണം. അങ്ങനെ ഇവിടെ ഫുള്ള് ചെടി നടാനുള്ളൊരു പ്ലാനുണ്ട് ഗൈസ്. ഇതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അച്ചാർ പിടിക്കാൻ പോകണം ഗൈസ്. ഇതിനാണ് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. വെട്ടാൻ വിളിച്ചൊന്നും ഇല്ലാണ്ടാണ് പോണേ തമ്മിൽ. എൻ്റെ ബോഡി ഗാർഡ്സ് ആ പുറകെ കിടന്ന് ഭയങ്കര കുരയാണ് ഗൈസ്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ നിലയിൽ ഇരുട്ടത്തേക്കടെയാണ് നടന്നത്. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പേടിക്കാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വീഡിയോ വ്ളോഗാ. നമ്മുടെ ലീലാമ്മയുടെ ബീട്രൂട്ട് അച്ചാർ.
ഗൈസ് ഇപ്പം വൈകുന്നേരമായി. ഇപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്നിട്ട് നമ്മുടെ പട്ടി ഭയങ്കര കുരയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്താന്ന്. അങ്ങോട്ട് ഇങ്ങനെ കുറയ്ക്കാളെ അമ്മ ഒന്ന് വെട്ടടിച്ച് നോക്കുന്നുണ്ട് ഗൈസ് എന്താണ്. ചോറ് കലത്തിൻ്റെ പുറത്തോടെ പോലും മതിയായ മനസ്സിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് അടിച്ചു വയ്ക്കുക. അങ്ങോട്ടല്ല പറയുന്നത്. നീ എന്നാ എനിക്ക് അവിടെ എന്നാ ചേട്ടനുണ്ടാവുക, ചേട്ടനെ കണ്ടിട്ടായിരിക്കും. അത് ഇപ്പം ചേട്ടൻ കാട് തെളിച്ചോ? അവിടുത്തെ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞു. ഗൈസ് നമ്മൾ ബാക്കിൽ പട്ടി ഉറക്കനെ കേട്ടിട്ട് പോയി നോക്കിയിട്ട് ഒന്നും കണ്ടില്ല, ഒന്നും കാണാൻ പറ്റില്ല ഗൈസ്. കാരണം റബ്ബർ തോട്ടത്തിലേക്ക് ഫുള്ള് കാട് കയറിക്കാൻ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് കാണാൻ പറ്റും. അതിൽ ഫുള്ള് അതിൽ കാടാണ് ഗൈസ്. സാധാരണ കാട് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ ആ സൈഡിൽ കാട് വെട്ടിയിട്ടുണ്ട്, പക്ഷേ ലൈറ്റ് അടിച്ചിട്ട് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഗൈസ്. ഇപ്പോൾ വേറെ ഒന്നുമല്ല, ഓട്സാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഓട്സാണ് കഴിക്കുന്നത് രാവിലെ. കുറച്ച് ആരോഗ്യക്കുറവ് അടച്ച് ഫ്രിഡ്ജിലേക്ക്. ഇതിലുള്ള മിൽക്ക് വരട്ടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മീൻകറി വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണം. തേങ്ങ അരയ്ക്കണം, സാധനങ്ങളൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗൈസ് മീൻകറി വയ്ക്കാനുള്ള മീൻ അമ്മ ഇവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പകുതി വെട്ടി ഗൈസ്, പകുതി അത്രയും വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ മീൻകറി വയ്ക്കുന്നത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമുക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് തിളപ്പിച്ചെടുക്കേ വേണ്ടൂ. പിന്നെ ഇത് നമ്മൾ കടുക് താളിക്കാതെ ഉണ്ടാക്കുന്ന കറിയാണ് ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളിയാണ് ഗൈസ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഇനി കിടന്നുറങ്ങണം. എനിക്കതുപോലെ ഫ്രഷ് ആവണം. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം ഗൈസ്. ബൈ. വേറെ ദിവസമല്ല, നാളെ.